ചെർപ്പുളശ്ശേരി ഗതാഗത പരിഷ്കരണത്തിൽ നിലപാട് കടുപ്പിച്ച് ബസ് ഉടമകൾ. നിലവിലെ പരിഷ്കരണത്തിൽ മാറ്റമുണ്ടാകില്ല. ഉണ്ടാവുകയാണെങ്കിൽ സ്വകാര്യ ബസ് സർവീസ് നിർത്തിവെക്കുമെന്നും നിലവിൽ പട്ടാമ്പിയിൽ നിന്നും കൊപ്പം വളാഞ്ചേരി ഭാഗത്തു നിന്നും നിരവധി ബസ്സുകൾ പഴയ ബസ് സ്റ്റാൻഡ് വഴിയാണ് കടന്നു പോകുന്നത്. വലിയ നഷ്ടം സഹിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്നും ബസ് ഉടമകൾ വൺ ന്യൂസിനോട് പറഞ്ഞു. നിലവിൽ 10-20 റൂട്ടിലേക്കാണ് ചെറുപ്പശ്ശേരി ബസ് പുറപ്പെടുന്നത്. അതിൽ 13 റൂട്ടും വന്നിട്ടും പോയിരിക്കുന്നത് പട്ടാമ്പി ലൈനിൽ നിന്നാണ്. അപ്പം നിലവിൽ ഇപ്പോൾ ഈ റൂട്ടിൽ നിന്നുള്ള ഒരു സെക്ടറായിട്ട് അങ്ങോട്ട് പോയാൽ പ്രായോഗികമല്ല. അതിനുള്ള സ്ഥല സൗകര്യം അവിടെ ഇല്ല. ആയതുകൊണ്ടാണ് അങ്ങനെ ക്രമീകരിച്ചിട്ടുള്ളത്. അതിലൊരു മാറ്റം വരുത്താൻ ഇപ്പോൾ പ്രായോഗികമായിട്ട് സാധ്യമല്ല. ഈ നഗരസഭയും വ്യാപാരികളും ഈ ബസ്സിൽ KBT ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ചർച്ചയ്ക്ക് ഇരുന്നു എന്ന് പറഞ്ഞു കേട്ടു. ആ ചർച്ച എത്രത്തോളം വിജയകരമായിരുന്നു? ആ ചർച്ച കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായിരുന്നു? എല്ലാ നിലയിലും ബന്ധപ്പെട്ട എല്ലാവരെയും ആ ചർച്ചയ്ക്ക് ഞങ്ങളെ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് കാരണം പിന്നെ ഞങ്ങളെ ബുദ്ധിമുട്ടുകളാണ് ഞങ്ങളവിടെ പറഞ്ഞത്. പ്രായോഗികമായിട്ട് നടക്കാത്തൊരു കാര്യം നമ്മൾ നടക്കുമെന്ന് പറഞ്ഞിട്ട് നടത്താൻ കഴിയില്ലല്ലോ. ആയത് കാരണം ബന്ധപ്പെട്ട ആൾക്കാരോട് അതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ പറഞ്ഞ് ഇതായിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സുകൾ ഈ പെരിന്തൽമണ്ണെന്നും ഒറ്റപ്പാലത്തു നിന്ന് വരുന്ന ബസ്സുകൾ മിതല വഴി തിരിഞ്ഞു വരില്ല. പ്രായോഗികമായി അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് ടൈമിൽ അധിഷ്ഠിതമായിട്ട് ഓടുന്നൊരു സർവീസാണ് ബസ് സർവീസ്. അത് കാരണം ടൈമിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ പ്രായോഗികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാരണം അത് ബുദ്ധിമുട്ടാണ്. കാരണം പോയി വരാനുള്ള പ്രയാസങ്ങൾ ഒരുപാടുണ്ട്. അത് കാരണം അത് താൽക്കാലികമായിട്ട് മറ്റേ ബസ് സ്റ്റാൻഡിൻ്റെ പണി നടക്കുന്നത് വരെ താൽക്കാലികം ഇവിടെ തുടരാനാണ് തീരുമാനം. ആ ബസ് സ്റ്റാൻഡ് വരുന്നത് വരെ ആ ബസ് സ്റ്റാൻഡ് പണി എന്ന് തീരുന്നോ ആ സ്റ്റാൻഡ് നമുക്ക് എന്ന് ഓപ്പണാക്കി തരുന്നോ അന്ന് മാത്രമേ ഇവിടുന്ന് ഈ ഭാഗത്ത് വരുന്ന വണ്ടികൾ അങ്ങോട്ട് പോകാൻ കഴിയുള്ളൂ. ഇപ്പോൾ തന്നെ പട്ടാമ്പിയിലേക്ക് ചളവറ, അതേപോലെ പിന്നെ ഷെർബഡ്, കൊപ്പം ആ ഭാഗത്തേക്ക് ഒരു 10-16 റൂട്ടിലേക്ക് വണ്ടി പോന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വണ്ടി സ്റ്റേ വേണമെങ്കിൽ ആ ബസ് സ്റ്റാൻഡ് പണി കഴിയണം. ഇപ്പോൾ വെറുതെ അടച്ചിട്ടിരിക്കുകയാണല്ലോ. അത് ഓപ്പൺ ചെയ്തത് നമ്മൾ അങ്ങോട്ട് ചെല്ലാതെ നമുക്ക് പോകാൻ കഴിയില്ല. അവസാനം നടന്ന ചർച്ച പരാജയമായിരുന്നു. അത് പരാജയം തന്നെ. കാരണം ഒന്നാമത്തത് പിന്നെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇത് ആദ്യം നഗരസഭയും വ്യാപാരികളും പ്രതിപക്ഷ നേതാവും എല്ലാവരും ഇരുന്ന് ചർച്ച ചെയ്താണ് ഈ സ്റ്റാൻഡ് ഓപ്പൺ ആക്കിയത്. ഇത് വേണ്ട സൗകര്യം നമുക്ക് ചെയ്തു തരുന്നുണ്ട്. താൽക്കാലികമായിട്ട് ഈ സ്റ്റാൻഡ് നമുക്ക് കൊണ്ടുനടക്കാൻ കഴിയും. നമുക്ക് അവിടുത്തെ സമയമില്ലാത്ത വണ്ടികളുണ്ട്, പാസിങ് വണ്ടി. ഇവിടെ പോയി അവിടെ തിരിച്ച് വന്ന് ഇവിടുന്ന് പോകാൻ കഴിയില്ല. അപ്പോൾ ഈ 2 സ്റ്റാൻഡ് കയറൽ ഇപ്പോൾ താൽക്കാലികം കഴിയില്ല. ഇനി ആ സ്റ്റാൻഡ് വർക്ക് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് മാറാം, നമുക്ക് പ്രയാസമില്ല. അതുവരെ ഈ നില തുടരുന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരിക്കലും പെരിന്തൽമണ്ണയിൽ നിന്ന് ഒറ്റപ്പാലം നിന്ന് വരുന്ന ബസ്സുകൾ തിരിയില്ല. തൽക്കാലം അങ്ങോട്ട് പോകാൻ കഴിയില്ല. ഇപ്പം തൽക്കാലം കഴിയില്ല. പാലക്കാട് നിന്ന് വരുന്നത്, പെരിന്തൽമണ്ണ നിന്ന് വരുന്നത്, മണ്ണാർക്കാട് നിന്ന് വരുന്ന വാഹനങ്ങൾ ആ വഴി പോകുന്ന വാഹനങ്ങൾ പോകും. പട്ടാമ്പിക്കുള്ള വാഹനങ്ങളുണ്ട്, ഗുരുവായൂർക്ക് പോകുന്ന വാഹനങ്ങളുണ്ട്, കൊപ്പത്തേക്ക് പോകുന്ന ആൾ, വളാഞ്ചേരിക്ക് പോകുന്ന വാക്ക് അതിൽ പോകും. അത് പാലക്കാട് നിന്ന് ചാലക്കാട് തിരിച്ചു പോകുന്ന വാഹനം അവിടെ പോയി തിരിച്ചു വരാൻ കഴിയില്ല. അത് അങ്ങനെ പിന്നെ ട്രാഫിക് റെഗുലേറ്ററി തീരുമാനം അങ്ങനെയാണ്. വ്യാപാരികൾ വലിയ രീതിയിലുള്ള ആഹ്വാനം ചെയ്തിരുന്നു സമരം ഇതുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ നഗരസഭ യോഗം വിളിച്ച ശേഷം ഈ സമരം പിൻവലിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വ്യാപാരികളുമായിട്ടും ബസ്സുകാരുമായിട്ടും അല്ലെങ്കിൽ ബസ് ഉടമകളുമായിട്ടൊക്കെ സംസാരിച്ച ശേഷം നല്ലൊരു ഉചിതമായ തീരുമാനമെടുക്കുമെന്നുള്ളൊരു വാക്ക് കൊടുത്തുകൊണ്ടാണ് അവർ ആ സമരം പിൻവലിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് സമരം നടത്താനുള്ള ഓപ്ഷൻ കൂടിയാണ് കൊടുക്കുന്നത്. സമരം നടത്തുന്ന അവരെ ജനാധിപത്യ രാജ്യമല്ലേ, സമരം നടത്തുക തിങ്കളാഴ്ച സൂചന പണിയ കണക്ക് നമ്മളെ ബസ്സാണ്. അവർക്ക് അങ്ങനെ പോകണം, ഞങ്ങളോട് നിർത്തിയിടും, ഞങ്ങൾ ഇങ്ങോട്ട് ഓടില്ല, എവിടേക്കും പോകുന്നില്ല, വണ്ടിയോടെ നിർത്തും. അത്രയേ ഉള്ളൂ. പട്ടാമ്പിൽ നിന്ന് വരുന്ന വണ്ടികൾ പിന്നെ ഹോസ്പിറ്റലിൻ്റെ ബാക്ക് കൊണ്ടുപോയി നിർത്തും. ഇവിടുന്ന് വരുന്നവർക്ക് ഇവിടെ അവസാനിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ ബസ്സേ ഓടില്ല, നമുക്ക് ബസ്സല്ലേ ഉള്ളൂ, അത് നിർത്തും. എല്ലാവർക്കും വേണ്ടി നമ്മളെ ബലിയാടാക്കാൻ തന്നെ പ്രയാസമാണ്. എണ്ണയ്ക്ക് 104 രൂപയാണ്. എല്ലാവർക്കും ബലിയാടാക്കുക, അവിടെ പോയി തിരിച്ചു വരുന്നത്. ഞങ്ങൾക്ക് സമയം വേണ്ടത്. ഈ ഗവൺമെൻറ് ബസ്സുകൾക്ക് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് KSRTC ആണെങ്കിൽ അവർക്ക് തോന്നിയമാർക്ക് പോവാം. അതിന് ടൈം ഷെഡ്യൂളില്ല. 10 മണിക്ക് വരുന്ന വണ്ടി 10:30 വന്നാലും അവർക്ക് ഇവിടെ നാളെ കയറ്റി പോവാം. ആ സമയത്ത് നമുക്ക് 10 മണിക്ക് പോകുന്ന വണ്ടി 10:01 വന്നാൽ ഇവിടുന്ന് ഒരാളെ കയറ്റാൻ പറ്റില്ല. അതാണ് ടൈം ഷെഡ്യൂൾ നിയമം നമുക്ക് പ്രൈവറ്റ് ബസ്സിന് മാത്രമേ ഉള്ളൂ, ഗവൺമെൻറ് ബസ്സിനില്ല, KSRTCക്ക് ഇല്ല. അവർക്ക് എപ്പോഴും വരാം, എപ്പോഴും പോവാം. അതുപോലെ നമുക്കിതിന് ടൈം ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. എല്ലായിടത്തും സർവീസ് നടത്താൻ നമുക്ക് കഴിയില്ല. പെരിന്തൽമണ്ണ എടുത്തൊരു വണ്ടി 35 മിനിറ്റ് കൊണ്ട് തിരിച്ച് പെരുന്തൽമണ്ണക്ക് പോകേണ്ട വണ്ടിയുണ്ട്. അത് നിങ്ങൾ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ടും കയറ്റി വെച്ചും ഇറക്കി വെച്ചിട്ട് അപ്പോൾ സർവീസ് നടത്തും. ഈ ജനങ്ങൾ ഈ പുതിയ ബസ് സ്റ്റാൻഡുമായിട്ട് ശരിക്കും ഇടപഴകി ഇപ്പോൾ ക്ലിയർ ആയണോ തോന്നുന്നു? ഇപ്പോൾ ജനങ്ങൾ ഇടപഴകി. ഇപ്പോൾ പെരിന്തൽമണ്ണ അങ്ങനെ തന്നെ മൂസക്കുട്ടി സ്ഥാനം വന്ന ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ ദൂരമായിരുന്നു. അന്ന് തുടക്കത്തിൽ 10 ദിവസം പ്രയാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും അത് പഠിച്ചു. എങ്ങനെ സ്റ്റാൻഡിലേക്ക് വരുന്നത്, എങ്ങനെ പോകണം, ഈ സ്റ്റാൻഡിൽ നിന്ന് അവിടേക്ക് ബസ് എപ്പോഴാണ് കിട്ടുക എന്നൊക്കെ ഒരു നിലത്തിൽ നമുക്ക് സൗകര്യം എവിടെയാണ്.
പല യോഗങ്ങളിൽ പല അഭിപ്രായങ്ങളാണ് വരാറ്. കാരണം ഞാൻ കേട്ടിടത്തോളം പറയുകയാണ്, അതായത് നിലവിൽ യാത്രക്കാർ വലിയ രീതിയിൽ ഇപ്പോഴും ബുദ്ധിമുട്ടുന്നുണ്ടെന്ന്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ ഉണ്ടോ യാത്രക്കാരിൽ നിന്ന് ഇതുവരെ നമുക്ക് ബസ്സുകാർക്ക് പണിക്കാർക്ക് യാത്രക്കാരുടെ ബുദ്ധിമുട്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. നമ്മൾ ബസ് 4 ബസ് ഇതിൽ ഓടുന്നുണ്ട്. ആ 4 ബസ്സിൽ ഇതുവരെ പരാതി നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. യാത്രക്കാർക്കല്ല പ്രശ്നം, വ്യാപാരികൾക്കാണ് പ്രശ്നം. കച്ചവടം കുറവുണ്ടാവും, അത് സ്വാഭാവികമായിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ശരിയാവും. അത് പെരുന്തൽമണ്ണ നിങ്ങൾ വന്ന് നോക്കൂ, മണ്ണാർക്കാട് പെരുന്നാൾ റോഡിൽ അതുമാതിരി തന്നെ ബസ് സ്റ്റാൻഡ് വന്നതോടെ അവിടെ കച്ചവടം കുറഞ്ഞു. ഇപ്പോൾ ഓട്ടോമാറ്റിക് ജനങ്ങൾക്ക് സാധനം എവിടെ നല്ലത് കിട്ടുന്നു അവിടെ ജനങ്ങൾ ചെല്ലും. അപ്പോൾ പഴയ കാലമല്ലല്ലോ, എല്ലാവർക്കും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ചില സൂപ്പർ മാർക്കറ്റിൽ വീട്ടിലേക്കുള്ള എല്ലാ നിത്യോപയോഗ സാധനം A to Z വരെ കിട്ടുന്ന കാലമാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് സാധനം എവിടെ നല്ലത് കിട്ടുന്നോ ജനങ്ങൾ അങ്ങോട്ട് ചെല്ലും, അത് ഉറപ്പായി സംശയമൊന്നുമില്ല. അപ്പം നമുക്കുള്ളത് സംവിധാനത്തിൽ സമരം, അവർ സമരം ചെയ്യും, ഞങ്ങളും സമരം ചെയ്യും. അവർ നാളെ നിർത്തി, ഞങ്ങൾ മറ്റന്ന് ഞങ്ങളും നിർത്തും. അപ്പോൾ ഒരു തീരുമാനം ഉണ്ടാവും. നമുക്കിത് കൊണ്ട് നടക്കണ്ടേ. 104 രൂപ ആണ് 1 ലിറ്റർ ഡീസലിന്. 1 ലിറ്റർ ഡീസലിൻ്റെ ബസ്സിന് 3 കിലോമീറ്റർ കിട്ടുക. പുതിയ വണ്ടികൾക്ക് 3.5 കിട്ടും, പഴയ വണ്ടികൾക്ക് 3 കിലോമീറ്റർ കിട്ടില്ല. അങ്ങനെ നമ്മൾ സർവീസ് നടത്തുന്നത്. അത്രയും പ്രയാസപ്പെട്ടിട്ടാണ്. ഇപ്പോൾ ഗവൺമെൻറ് പുതിയ ഉത്തരവ് കാരണം ഫ്രീ KSRTC സ്ത്രീകൾക്ക് ഫ്രീ ആയതിനു ശേഷം ഒരുവിധമുള്ള വണ്ടികൾക്ക് നിൽക്കാൻ പോവുക. അതിന് കൂടുതൽ കാലമൊന്നും ഉണ്ടാവില്ല. ഈ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്ത് ശരിക്കും പ്രൈവറ്റ് ബസ്സുകൾക്ക് അടിയായിട്ടുണ്ടോ? ഇപ്പോൾ വ്യാപാരികളെ സമരം ചെയ്യാൻ ഞങ്ങൾ നിർത്താൻ പോവുകയാണ്. സമരം ചെയ്യുന്നില്ല, ഞങ്ങൾ വണ്ടികളെ കംപ്ലീറ്റ് നിർത്തുകയാണ്. അത്രയും ബുദ്ധിമുട്ടില്ല ഓരോ സർവീസ് നടക്കുന്നത്. ചില വണ്ടികൾക്ക് നമുക്ക് ഈ ജോലിക്കാർക്ക് ശമ്പളം കൊടുത്താൽ ഇതിൻ്റെ ടാക്സും കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു പൈസയും കിട്ടാത്ത ഒരു കണ്ടീഷനാണ് നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ പോകരുത്. ഗവൺമെൻറ് നമുക്ക് നല്ലൊരു തീരുമാനം എടുത്തുതരാമെന്ന് പറയുന്നുണ്ട്. അതിലാ വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. കമ്മീഷൻ വെച്ചിട്ടുണ്ട്. ആ കമ്മീഷൻ 6 ആഴ്ച കൊണ്ട് തീരുമാനം എടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഗവൺമെൻറ് നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല, നമ്മളെ പ്രയാസപ്പെടുത്തില്ല എന്നൊരു സമാധാനത്തിൽ ഞങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. സംഭവിക്കട്ടെ. പഴയ സ്വർണ്ണമോർത്ത് ഇനി വിഷമിക്കേണ്ട. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇതാ മൺസൂൺ ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവലും NRI ഫെസ്റ്റും. നിങ്ങളുടെ പഴയ സ്വർണം ഇപ്പോൾ 100% മൂല്യത്തോടെ ഒട്ടും നഷ്ടമില്ലാതെ മാറ്റിവാങ്ങാം. 1 പവന് 1000 രൂപ അധിക ലാഭവും. കൂടാതെ വെറും 5% നൽകി ഇപ്പോൾ അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത ദിവസത്തെ വിലയോ വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ്, ആ കുറഞ്ഞ വിലയിൽ പർച്ചേസ് ചെയ്യാം. ഫ്രീ ഇൻഷുറൻസും ലൈഫ് ടൈം മെയിന്റനൻസും ഇതോടൊപ്പം ലഭിക്കുന്നു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പഴയത് മാറ്റി പുത്തൻ തിളക്കത്തോടെ മടങ്ങൂ.